എവിടെ ബോംബ് പൊട്ടിയാലും മുസ്ലിമാന്ന് വിചാരിക്കല്ലാതെ അത് ആകലില്ല. എന്നാലും 100 വട്ടവും മുസൽമാനാണെന്ന് കരുതും, 100 വട്ടവും മുസ്ലിം അല്ല എന്ന് തെളിയിച്ചാലും 101ാമത്തെ തവണയും ഭാസ്കരേട്ടന് മനസ്സിലെന്താണ്? അത് മുസ്ലിം ആയിരിക്കും. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം ഉണ്ടാക്കിയത് എന്ന്. എന്തുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങളുടെ ഹൃദയം, അതായത് നമ്മൾ പറയാം അയാളായിരിക്കും വെച്ച്, അയാളല്ലാന്ന് തെളിഞ്ഞു, അടുത്തവും വന്നു അയാളാണെന്ന് പറഞ്ഞു, അതും അയാളല്ലാന്ന്. അങ്ങനെ 100 വട്ടവും അയാളല്ല എന്ന് പറഞ്ഞാലും 101ാമത്തെ വട്ടവും അപ്പോഴും ഡിപ്പാർട്ട്മെന്റും ബാക്കിയുള്ളവരും അത് വരായിരിക്കുന്നു. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ തലച്ചോറിന്റെ പ്രശ്നമാണ്, ക്ഷമിച്ചേക്കുക. അത് നിങ്ങളുടെ തലച്ചോറിന്റെയും ഹൃദയശുദ്ധി കുറിപ്പിന്റെയും പ്രശ്നമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ, ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? മുസ്ലിം അല്ല എന്ന് ഉറപ്പാണല്ലോ. ആരാ രാജീവ് ഗാന്ധിനെ കൊന്നത്? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെ കൊല്ലുന്നതിൽ ഒരു ഒറ്റ മുസൽമാനും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും പറയുന്നു മുസൽമാൻ രാജ്യത്തിന് ഭീഷണിയാണ്. ഞങ്ങൾക്ക് പശുവിനെ ആരാധിക്കാൻ പാടില്ല, പക്ഷെ പശുവിനെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിന്റെ മൂക്കത്ത് ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഞങ്ങൾ കുത്തിയിട്ടില്ല ഇന്ന് വരെ. നെഞ്ചുറപ്പോടുകൂടിയാ പറയുന്നത്. ഹൈറ്റും വെയിറ്റും ഒന്നുമില്ല, കുറവാ, 53 കിലോ, വയസ്സും 53. മനസ്സിലായോ? ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് പശുവിനെ ആരാധിച്ച ഒരു ഹിന്ദുവിനെ മുസ്ലിം ഉപദ്രവിച്ചു എന്ന് തെളിയിക്ക്. സാധ്യമേ അല്ല, ഇല്ല. എന്നാ പശു നിങ്ങൾ ആരാധിക്കുന്നു, എന്നിട്ട് നിങ്ങളെ പശു ആരാധനന്റെ പേരിൽ കൊല്ലപ്പെട്ടത് 30 മുസ്ലിമാ. അപ്പൊ കുഴപ്പമായിരിക്ക? യേശുവിനെ ആരാധിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ യേശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞൊരു മുസ്ലിം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്ന് വരെ മാനവ ചരിത്രത്തിലില്ല. എന്താ അങ്ങനെ? അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഇസ്ലാമിന്റെ ഒരു ആദർശമുണ്ട്, സത്യ വളച്ചുകെട്ടില്ലാത്തൊരാദർശം. ആ ആദർശം അനുസരിച്ച് ഓന് ജീവിക്കാം, മറ്റുള്ളവരെ ആ ആദർശത്തിൽ എത്തണം എന്ന് ഓൻ ആഗ്രഹിക്കാം, നിർബന്ധിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ മദ്യപിക്കാറില്ല, എന്റെ ഭാസ്കരൻ മദ്യപിക്കരുത് എനിക്ക് ആഗ്രഹിക്കാം. സുബൈർ എന്റെ മുത്താപ്പാന്റെ മോനാന്ന് വിചാരിക്കുക, ഓ മദ്യപിക്കാതിരിക്കാൻ എനിക്ക് ആഗ്രഹിക്കാം, നിർബന്ധിക്കാൻ പറ്റില്ല. എന്റെ ആഗ്രഹം അതാ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പുകവലിച്ചിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പശുവിനെ ആരാധിച്ചിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഖബറാരാധന നടത്തിയിട്ടില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലെ മഹാചക്രവർത്തി, ലോകത്തിന് നീതിയുടെ കാവലാളായി തീർന്ന പ്രവാചക തിരുമേനി, ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും വിളിച്ചാരാധിച്ചിട്ടില്ല. എന്റെ ആഗ്രഹം ഭാസ്കരേട്ടനും അത് ചെയ്യരുത് എന്നാണ്. ആഗ്രഹിക്കാം, പറയാം, പറയണം. അതാണ് ഭരണഘടന, ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എനിക്ക്, ആ മതം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം. ഹിന്ദു മതത്തിൽ നിന്നൊന്നും എനിക്ക് കടമെടുക്കാൻ ഭരണഘടന എന്നെ നിർബന്ധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു മോഡറേറ്ററാ ഭരണഘടന. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു ഹിന്ദുവിന് അവന്റെ മതാചാരത്തിൽ നിന്ന് അണുകിട വ്യതിചലിക്കാതെ, ഇസ്ലാമിന്റെ ഒരാചാരവും അനുവർത്തിക്കാതെ അവൻ ജീവിച്ചാൽ അവനെ കുറ്റപ്പെടുത്താൻ ഒരു മുസൽമാന് വകുപ്പില്ലാത്ത രാജ്യം, അതാണ് ഇന്ത്യ. ഇനി എങ്ങനെയാണ് ക്ലാരിറ്റി വരുത്തേണ്ടത്? ഒന്നുകൂടി, എന്റെ വിശ്വാസം, എന്റെ ആചാരം തീർന്നില്ല, എന്റെ വിശ്വാസം നിങ്ങളോട് പറയാൻ ഈ ഭരണഘടന എനിക്ക് അനുവാദം നൽകുന്നു. ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 25. എത്ര വ്യക്തമാണ്! എന്റെ ആശയം പറയാം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ എന്താ പറയണേ? ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. എന്താ കാരണം? ഖത്തബയ്യന റുശ്ദ് മിനൽ ഗയ്, നന്മയും തിന്മയും വേർതിരിഞ്ഞു. അത് മനസ്സിലാക്കാനുള്ള മൂള, തലച്ചോറ്, ബുദ്ധി, ഹൃദയം ഓന് നൽകി. അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്ക്. ഒരു ഡോക്ടർ മരുന്ന് എഴുതി, ഏതെങ്കിലും ഒരു ഡോക്ടർ രോഗിനെ അവിടെ പിടിച്ചു കിടത്തി വായങ്ങനെ തുറന്ന് ഗുളിക അവന്റെ ഉള്ളോട്ടിട്ട് വെള്ളം ഇങ്ങനെ അടിച്ച് ചീറ്റി കുടിപ്പിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ഡോക്ടർക്ക് എഴുതാൻ അവകാശമുണ്ട്. കുടിക്കണോ കുടിക്കണ്ടേ അത് രോഗി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് രോഗിയുടെ ഭാഗത്തുള്ളതാ. ഡോക്ടറുടെ ഭാഗം എന്താ? രോഗം നിർണയിക്കുക, ആ രോഗത്തിന് അനുയോജ്യമായി കണ്ടെത്തിയ മെഡിസിൻ നിർദ്ദേശിക്കുക. ഒന്നുകൂടിയുണ്ട്, ഇത് കുടിച്ചാൽ ഇന്ന ഗുണം, ഇത് കുടിച്ചില്ലെങ്കിൽ ഇന്ന ദോഷം, അത് പറയാം. അത് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാവോ? ഡോക്ടർ കുറ്റക്കാരനാവോ? ഡോക്ടറെ ഇരുന്ന് മരുന്ന് ഒരാൾക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട് ഡോക്ടർ കുറ്റക്കാരനാവോ? സുഹൃത്തുക്കളെ, ഇല്ല. അപ്പൊ മതപ്രബോധനം കുറ്റകരമല്ല. മതപ്രബോധനം വേണ്ട, നീ എടുക്കണ്ട, സ്വീകരിക്കണ്ട. ഒരു ഉസ്താദിന് മുജാഹിദ് ബാലുശ്ശേരി എന്ന എന്റെ പ്രസംഗം ഇഷ്ടല്ലേ? വേണ്ടെന്നേ, പൊയ്ക്കോളൂ വീട്ടിലോട്ട്. ആരും എവിടെയും പിടിച്ചിർത്തൂല, ആരെയും ഇല്ലെന്നേ, ആരെയും പിടിച്ചിർത്തില്ല. അങ്ങനെ നിർത്താൻ വകുപ്പില്ല. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം, ഫമൻ ശാഅ ഫൽയുമിൻ,
ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്കാം. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 29-ാമത്തെ വചനം, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ. നന്ദിയുള്ളവനായിട്ടും ജീവിക്കാം, നന്ദികേട് കാണിച്ചുകൊണ്ടും നിനക്ക് ജീവിക്കാം. ഖുർആന്റെ 76-ാം അധ്യായം 3-ാമത്തെ വചന, അൻത തുക്രിഹുന്നാസ്. കേട്ടോളി, എല്ലാരും കേട്ടോളി, എല്ലാരും. അൻത തുക്രിഹുന്നാസ്, നീ ജനങ്ങളെ നിർബന്ധിക്കുകയോ മുഹമ്മദേ. ഇങ്ങനെ റഹ്മാനായ റബ്ബ്, ദാ ഈ കാണുന്ന ചന്ദ്രന്റെ നാഥൻ, കോടിക്കണക്കായ നക്ഷത്രങ്ങളുടെ നാഥൻ, ഈ സൂര്യന്റെ ചൂട് നമുക്ക് നൽകി നമ്മെ പരീക്ഷിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്റെ നാഥൻ, അളവറ്റ ദയാപരനായ നാഥൻ, കരുണാമയനായ നാഥൻ, സൂര്യനെ സൃഷ്ടിച്ച നാഥൻ, ചന്ദ്രന്റെ നിലാവലകളെ പടച്ച നാഥൻ, കാർമേഘങ്ങളെ ഘനീവിപ്പിച്ച നാഥൻ, മഴക്കീറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞു തന്നവൻ, എന്നിട്ട് ചെടികളെ മുളപ്പിച്ചവൻ, അതിൽ നിന്ന് ഫ്രൂട്ട് ഉൽപ്പാദിപ്പിച്ചവൻ, വൈനബം വഖലുബം വസൈതൂനം വനഖ്ല വഹദായിഖ ഉൽബ വഫാകിയത്തും വഅബ്ബ മതാഅൻ ലക്കും വലിഅൻആമിക്കും. ജന്തുലോകത്തിന് കഴിക്കാനും മൃഗങ്ങൾക്ക് കഴിക്കാനുമുള്ള മാംസങ്ങളെയും പച്ചിലകളെയും ഫ്രൂട്ടുകളെയും എല്ലാം സംവിധാനിച്ച ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, സിഖുകാരന്റെ, പാഴ്സിയുടെ, പാശ്ചാത്യന്റെ, പൗരസ്ത്യന്റെ, അതുപോലെ ഇവിടെയുള്ള ജാതി ഏതാകട്ടെ, ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ എക്സെട്ര എക്സെട്ര 60 അവാന്തര ജാതികൾ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത എന്ന മഹത്തായ നിർഭയത്വത്തിന്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ജനങ്ങൾ അറിയണം, അതവരെ അറിയിക്കുക. അതാണ് നമ്മുടെ ബാധ്യത. ഓ മുഹമ്മദേ, ലസ്ത അലൈഹിം ബിമുസൈതിർ. അധികാരം ചെലുത്തണ്ട, എത്തിച്ചു കൊടുത്താൽ മതി. ഒരു പോലീസുകാരനെ കിട്ടി, ഞാൻ സംസാരിക്കാറുണ്ട്. ട്രെയിനിലൊരു TTRനെ കിട്ടി, ഞാൻ സംസാരിക്കാറുണ്ട്. എനിക്ക് ഏത് യാത്രക്കാരെ കിട്ടിയില്ല എന്തെങ്കിലും ഒരു പോയിന്റ്, ഒരു വിവരം, എന്താ എൻ്റെ സന്ദേശം, എൻ്റെ ബാധ്യതയാണത്. ആ ബാധ്യത നിർവഹണമാണ് മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മഹാസംഘടന ഇവിടെ നിർവഹിക്കുന്നത്. വേറൊന്നുമില്ല, ഇത് പറയൽ ഞങ്ങളുടെ ബാധ്യതയാണ്. കാരണം പഠിച്ചോ ഞങ്ങളോട് ചോദിക്കുക, ഇത് അറിഞ്ഞല്ലോ, അറിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം, മനോഹരമായ ഒരു ബിൽഡിംഗ്, അതിഗംഭീരമായ ഡിസൈനിങ്, അസാമാന്യമായ കലാവൈഭവം, കണ്ണഞ്ചിപ്പിക്കുന്ന കൗതുക നിർമ്മിതി, ഇതെല്ലാം കണ്ടാല് നമ്മൾ ചോദിക്കുക, ആരുടാടാ ഈ ബിൽഡിങ്? അതെ, പ്രവാസ ലോകത്ത് ജീവിച്ച ജോർജിന്റെ വീടാണ്. അതിന്റെ എഞ്ചിനീയർ ആരാ? കൗതുകാണ്. അതിന്റെ എഞ്ചിനീയർ ആരാ? എന്നാളാ. ആ എഞ്ചിനീയറെ കൊണ്ട് നമ്മുടെ ടൗണിൽ ഒരു കെട്ടിടം ഡിസൈൻ ചെയ്യിപ്പിക്കാൻ നാം കൊതിക്കില്ലേ? കൊതിക്കും. ആ കെട്ടിടം കണ്ടാൽ ഈ കെട്ടിടം താനേ ഉണ്ടായതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഇങ്ങനെ ഞെളിഞ്ഞ് ഇൻസൈഡും നൽകി മീശയും താടിയും പഠിച്ച് ഒരു തുണിസഞ്ചിയും തൂക്കി ഞാൻ യുക്തിവാദിയാന്ന് പറഞ്ഞാലോ? ജിപ്പോയി പണിയൊക്കെ ചെക്ക, എനിക്ക് വട്ടാന്ന് പറയല്ലാതെ ഓന് ബുദ്ധിയും കഥയുണ്ട് എന്ന് തലച്ചോറിൽ ആരെങ്കിലും അംഗീകരിച്ചു കൊടുക്കുവോ? പറ. ഒരു അതിമനോഹരമായ ബ്രിഡ്ജുൽ അറബ് കണ്ടിട്ട്, താജ്മഹൽ കണ്ടിട്ട്, ആ താജ്മഹൽ ചുറ്റും നടന്നിട്ട് അതിന് ആശ്ചര്യം പൂണ്ടിട്ട്, അതിൽ അത്ഭുതം കണ്ടിട്ട്, ആ അത്ഭുതത്തിന് പിന്നിൽ ആരാ ഈ താജ്? എവിടെയാ? നമ്മൾ ആദ്യം ചോദിക്കും, താജ്മഹൽ എവിടെയാ? ഏത് നാട്ടിലെ? ആഗ്രയിൽ എവിടെയാ? അതെവിടെയാ? അത് ഏത് നാട്ടിലെ, ഏത് രാജ്യത്തിലാ? അവിടോട്ട് എങ്ങനെയാ പോവല്? അങ്ങനെ ഒക്കെ അന്വേഷിച്ച് നമ്മൾ അവിടെ എത്തി. വിവിധ ആംഗിളുകളിൽ നിന്ന് വീഡിയോ പകർത്തി, ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്ത്, ഞാൻ ഇപ്പൊ താജ്മഹൽ. സ്വാഭാവികമായും തലച്ചോറുള്ള ഒരുത്തൻ ചോദിക്കില്ലേ, ഈ താജ്മഹൽ ആരാ പണി കഴിപ്പിച്ചത്? ആരുടെ കരവിരുതാണ്? അതൊന്നുമില്ല, താജ്മഹൽ താനേ ഉണ്ടായതാ എന്ന് പറഞ്ഞാലോ? സുഖല്യ, മെഡിസിന്റെ ചെറിയൊരു കുറവുണ്ട് എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾക്കൊക്കെ മെഡിസിന്റെ കുറവുണ്ട്. മെഡിസിൻ കഴിക്കേണ്ട ഒരു വർഗമാണ് യുക്തിവാദികൾ. അത് തലച്ചോറ് ലെവലാകണ മെഡിസിൻ ആവണം. എന്താ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം, ഈ മോണിറ്റർ എവിടെയായിരുന്നു? ഞാൻ അങ്ങോട്ട് എടുപ്പിച്ചു വെപ്പിച്ചാ. പിന്നെ അതിന് ചെറിയൊരു ചരിവുണ്ടായിരുന്നു, ആ ചരിവ് ഞാൻ നിർത്തതാ. താനേ മുജാഹിദ് ബാലുശ്ശേരി സ്റ്റേജിൽ കയറുമ്പോൾ താനേ ഉണ്ടായതല്ല, അത് അനബുദ്ധി എന്ന് പറയാം. അത് താനേ വന്ന് വീണ അല്ല എന്ന് പറയുന്ന ആ ബുദ്ധി, അതാണ് ബുദ്ധിയെങ്കിൽ ഒരു മുട്ടുസൂചി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് യുക്തിവാദിയുടെ സസിൽ പറയേണ്ടത് ഇത് താനേ ഉണ്ടായതാണ്. സമ്മതിക്കോ? ആ യുക്തിവാദി സമ്മതിക്കോ? അവിടെ ഇരിക്കുന്ന സി രവിചന്ദ്രനെ യുക്തിവാദി ഇത് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള യുക്തിരഹിതവാദികളെ അംഗീകരിച്ചു കൊടുക്കോ? ഇല്ല. എന്താ അംഗീകരിക്കാത്ത? അതിന് 5-6 ഘടകങ്ങൾ വേണം. ഫാക്ടറി വേണം, നിർമ്മിക്കാനുള്ള മെത്തേഡ് വേണം, വൈദ്യുതി വേണം, തൊഴിലാളികൾ വേണം, അതിനെ ഉണ്ടാക്കുന്ന നിർമ്മിതിയുടെ വസ്തുക്കളെല്ലാം വേണം. അപ്പോഴാണ് ഒരു മുട്ടുസൂചി രൂപകൽപ്പന ചെയ്യുക. ആണല്ലേ? 15 കോടി കിലോമീറ്റർ അകലെയാ സൂര്യൻ, 250 കിലോമീറ്റർ വേഗതയിലാ സെക്കൻഡിൽ കറങ്ങണേ.
അവിടുന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിൽ പതിക്കുന്നത്. 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് ഒരു പ്രകാശം സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്. Am I right? എങ്കിൽ ഈ സൂര്യൻ, ഞാൻ എപ്പോഴും വിചാരിക്കും, ഇങ്ങോട്ട് വരുന്ന ട്രെയിൻ ടിക്കറ്റിൽ 7:30, വന്നത് 7:50, പുറപ്പെട്ടത് 8:05. ടൈം റെഡിയാണോ? ടൈം 7:30. എപ്പോഴാണ് എടുത്തത്? 8 മണിക്ക് ശേഷം. എൻ്റെ അരമണിക്കൂർ എനിക്ക് ആര് തിരിച്ചു തരും? തിരിച്ചു തരുമോ? ഞാൻ ചോദിക്കുന്ന ഇവിടെ എല്ലാവരോടും, എന്നെ പ്രസംഗം കേൾക്കുന്ന ഓരോരുത്തരോടും, ലൈവ് കേൾക്കുന്നവരോടും, സൂര്യൻ 6:10 ഉദിക്കാൻ നമ്മൾ കലണ്ടറിൽ നോക്കുക. 6:10, 6:09 ഉദിക്കൂല, 6:11 ഉദിക്കാതിരിക്കില്ല. 6:10 ഷാർപ്പ് പോകുന്നു. എന്ത് കാരണം? ഈ കൃത്യതയുടെ പിന്നിൽ ആരുമില്ലേ? വന്ദേ ഭാരത് അല്പം കറക്റ്റ് പോകുന്ന ഒരു ട്രെയിനല്ലേ? അതും കറക്റ്റ് ആണോ? 8 മിനിറ്റ് 9 മിനിറ്റ് ലേറ്റ് ആയിട്ടാ ഇന്നോളം ഞാൻ കയറിയ എല്ലാ ഘട്ടത്തിലും 9 മിനിറ്റ് 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തുക. ഷാർബത്തുവോ? എന്താ മനുഷ്യനാ കൺട്രോൾ ചെയ്യുന്നത്? എന്നാ വിശുദ്ധ ഖുർആൻ ഒടുവിലത്തെ ഗ്രന്ഥം, ആ ഗ്രന്ഥം പറയുന്ന വശംസു തജ്രീ ലി മുസ്തഖറില്ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. വിശുദ്ധ ഖുർആന്റെ സൂറത്ത് യാസീൻ നേരത്തെ ഇവിടെ ഷർഫി പറഞ്ഞു. സൂറത്ത് യാസീനിലെ 13 മുതലുള്ള വാചകങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ ചോദിക്കുന്നത്, സൂര്യൻ അതൊരു കണക്കനുസരിച്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ അതിന്റെ പദമേഖലകളിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ടാ രാവും പകലും ഉണ്ടാവണത്. അതിന്റെ പിന്നിൽ ഒരു സിട്ടാവുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അത് ശ്രീരാമനല്ല. അതാണ് വിഷയം. അപ്പൊ അത് ശ്രീരാമനല്ല. അപ്പൊ മുഹമ്മദ് നബി അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈസാ നബിയാണോ? അല്ല. ശ്രീകൃഷ്ണനാണോ? അല്ല. മാതാമൃതാനന്ദമയാണോ? അല്ല. മുത്തുപേട്ട നാഗൂർ അജ്മീർ ശൈഖന്മാരാണോ? അല്ല. എന്തുകൊണ്ട്? അത് പറയേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. ശ്രീരാമൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി പുത്രകാമേട്ടി യാഗം നടത്തി ശിങ്കമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായിട്ട് ശ്രീരാമൻ ജനിക്കുന്നു. ശ്രീരാമൻ ജനിക്കുമ്പോൾ രാവുണ്ടോ? ഉണ്ട്. ശ്രീരാമൻ ജനിക്കുന്നതിന്റെ തലേ ദിവസം രാവുണ്ടോ? ഉണ്ട്. മനുഷ്യരുണ്ടോ? ഉണ്ട്. കാരണം ശ്രീരാമന്റെ അച്ഛനാ ദശരഥ മഹാരാജാവ്. കൈകേയി, കൗസല്യ, സുമിത്ര അവർ മുമ്പേ ഉള്ളവരാണ്. അവർക്ക് നാസാരന്തരില്ലായിരുന്നോ? ഉണ്ട്. അവർ വായു ശ്വസിച്ചിട്ടില്ലേ? ഉണ്ട്. അവർക്ക് മൂത്രിക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഉണ്ട്. അവർക്ക് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ലേ? ഉണ്ട്. അവർ ശ്വസിച്ചിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ അവരെ ശ്വസിപ്പിച്ച ശക്തിയാരാ? അവരെ വെള്ളം കുടിപ്പിച്ച ശക്തിയാരാ? നോക്ക് മോനെ, ഈ പ്രദേശത്തിന്റെ പ്രസംഗം കേൾക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിന്റെ ഈ സമ്മേളനത്തിൽ അനുഗ്രഹീതമായി വരാൻ സൗഭാഗ്യം ലഭിച്ചവരോട് ഞാൻ ചോദിക്കുന്നു, ശ്രീകൃഷ്ണൻ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ജനിച്ചിട്ടുള്ള ആളാണ്. ദേവകിയുടെ 8ാമത്തെ പുത്രൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദേവകി 1, 2, 3, 4, 5, 6, 7 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി 8ാമത്തെ പുത്രനാണ് ശ്രീകൃഷ്ണൻ. എങ്കിൽ എങ്ങനെ ശ്രീകൃഷ്ണൻ ഇവരുടെ ദൈവാവും? ചിന്തിക്ക്. തലച്ചോറ് വെറുതെ തന്നല്ലോ. തലച്ചോറ് IAS IPS മാത്രമല്ല, തലച്ചോറ് അത് വർക്കും കൂടെ ചെയ്യണം. IAS കിട്ടാൻ അത് വർക്ക് ചെയ്യണം. എനിക്ക് വിശ്വാസമില്ല. അത് കോമൺസ്, അതിൽ ഫോക്കസ് ചെയ്താൽ മതി. പഠിക്കാൻ ആഗ്രഹമുള്ള ടോപ്പിക്കിലേക്ക് നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ മതി. നിനക്ക് തലച്ചോറില്ലെങ്കിൽ പോലും പഠിക്കാൻ പറ്റും. പക്ഷേ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനൊന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചിന്തിക്കും, ഈ ആകാശം എന്താ, ഈ ഭൂമി എന്താ, എൻ്റെ വിരൽക്കൊടി എന്താ, എൻ്റെ ശരീരം എന്താ, എൻ്റെ ഓക്സിജൻ എന്താ, ഞാൻ എന്തുകൊണ്ടാണ് നിലക്കുന്നത്, എൻ്റെ പാൻക്രിയാസ് എന്താ, എൻ്റെ സെറിബെല്ലം എന്താ. കാരണം 78 സ്ഥലത്ത് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചൊരു ഗ്രന്ഥമാണ് ഞാൻ വായിക്കുന്നത്. 17 സ്ഥലത്ത് ഉലായിക്കഹും ഉലുൽ അൽബാബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഞങ്ങൾ വായിക്കുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മുസ്ലിങ്ങൾ എല്ലാവരും വായിക്കുന്നു എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഉസ്താദുമാർ പോലും വായിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഖുർആൻ പഠിക്കരുത് എന്ന് പുസ്തകം എഴുതിയ ആളുകളാണ് അവര്. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, അത് എഴുതിയ ആളെ പേര് പറയാനാണ്, അയാളെ നിന്ദിക്കാനൊന്നുമല്ല. EK ഹസൻ മുസ്ലിയാർ, കേരളത്തിലൊരു ഉസ്താദ്. തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ, ഖുർആനിന്റെ കണ്ടന്റ്, ഉള്ളടക്കം ഇന്നതാണെന്ന് മലയാളികളെ അറിയിക്കാൻ പാടില്ല, അത് തടുക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പടച്ചോനൊരു ദൈവിക ഗ്രന്ഥം ഇറക്കുക, എന്നിട്ട് ആ ഗ്രന്ഥം മനുഷ്യന്റെ ജീവിതത്തിന്റെ മാർഗരേഖയാക്കുക, എന്നിട്ടൊരു ഉസ്താദ് പുസ്തകം എഴുതുക. എന്ത് പറഞ്ഞിട്ട്? പഠിക്കണ്ടട്ടോ,
അർത്ഥറിയണ്ടട്ടോ, അർത്ഥറിഞ്ഞാ പഴച്ചു പോകുന്നു. പിന്നെ എന്തിനേത് ഇറക്കിയത്? ജർമ്മനിയിൽ നിന്ന് ഒരു മരുന്നിറക്കി, ക്യാൻസർ മാറുന്നു 100% ഉറപ്പ്. പക്ഷേ മരുന്ന് വാങ്ങാം, പട്ടുപൊതിയാം. ചിന്തിക്കണേ, തലച്ചോറുള്ളവർ ചിന്തിക്കണേ. പട്ടുപൊതിയാം, മട്ടുപ്പാവിൽ വെക്കാം. ക്യാൻസർ രോഗി അതിന്റെ താഴെ കട്ടിൽ കിടക്കുന്നുണ്ട്. കൊടുക്കരുത്, കൊടുക്കരുത്. മനസ്സിലാവുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവണുണ്ടോ? ഈ കേൾവിക്കാർക്ക് മനസ്സിലാവണുണ്ടോ? ദൈവം ഒരു ഗ്രന്ഥം ഇറക്കുക, എന്നിട്ട് ദൈവം പറയുക എന്ത്? ഉഖ്രിജത്തിൽ ഇന്നാസ്, ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ. ഏതിൽ നിന്ന്? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തോന്നിയാസത്തിൽ നിന്ന് നന്മയിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ബഹുദൈവത്വത്തിൽ നിന്ന് ഏകദൈവത്വത്തിലേക്ക്, നിർഭയത്വത്തിന്റെ സന്ദേശത്തിലേക്ക്, ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകുന്ന ആശയത്തിലേക്ക്, പെണ്ണിനെ മാനിക്കുന്ന ആദർശത്തിലേക്ക്, ജീവനോടെ കുഴിച്ചു മൂടാൻ പാടില്ല കുഞ്ഞുങ്ങളെ എന്ന് പഠിപ്പിക്കുന്ന തത്വത്തിലേക്ക്, അയൽവാസി പട്ടിണി കിടക്കാൻ നിങ്ങൾ കാരണം പാടില്ലെന്ന് പഠിപ്പിച്ച ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം പഠിക്കാൻ പാടില്ലെന്ന് ലോകത്തെ പഠിപ്പിച്ചത് തൊപ്പിയും താടിയും വെച്ച ഉസ്താദുമാരാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ പോയിന്റ് ഇവിടെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്യുന്നു. ശരിക്കും ചോദിച്ചോ, ഈ ഭൂമി ഇപ്പോൾ ഇവിടെ ഉണ്ട്. 830-840 കോടി മനുഷ്യരെന്ന് ഭൂമിയിലുണ്ട്. ശരിയല്ലേ? ആണ്. മനുഷ്യനില്ലാത്ത കാലം അന്ന് ഭൂമിയില്ലേ? ഉണ്ട്. അമ്പലമില്ലാത്ത കാലം, ശങ്കൊലില്ലാത്ത കാലം, വഴിപാടുകളും ആന എഴുന്നള്ളത്തും അമ്പാരികളും ഇല്ലാത്ത കാലം, കരിയും മരുന്നുമില്ലാത്ത കാലം. സമ്മതിച്ചോ? കാരണം ഇതൊക്കെ ഉണ്ടായത് മനുഷ്യനേശ. സിംഹത്തിന് അമ്പലല്ല, പൂച്ചക്ക് അമ്പലല്ല, പെരുമ്പാവിന് പോലും അമ്പലല്ല. നമ്മുടെ വിശ്വാസ ഒന്നും അറിയാത്ത ആളുകളാ. പാമ്പ് അള്ളാനെ ആരാധിക്കുന്ന സൃഷ്ടിയാണ്. പശു അള്ളാനെ മാത്രം ആരാധിക്കുന്ന സൃഷ്ടിയാണ്. ആട് അള്ളാനെ മാത്രം ആരാധിക്കുന്ന സൃഷ്ടിയാണ്. അക്കാണുന്ന ചന്ദ്രനില്ലേ, അവൻ ആരാധിക്കുന്നത് പ്രപഞ്ചനാഥനെയാണ്. അതിന് സൃഷ്ടിച്ചൊരു തമ്പുരാനില്ലേ, ആ തമ്പുരാനെ കീഴ്പ്പെട്ടുകൊണ്ടാണ് അത് അനുസരണം കാണിക്കുന്നത്, അനുസരണ കേട് കാണിക്കാത്തത്. കുറച്ച് ഉയർന്ന ചിന്തയാ, ലോക്കൽ ചിന്തയല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാം ആകണോ നല്ല ബുദ്ധി വേണം, നല്ല ബുദ്ധി വേണം. അതുണ്ടെങ്കിലും മാത്രമേ അതാകാൻ കഴിയൂ. അതൊരു ചങ്കുറപ്പിന്റെ വിശ്വാസമാണ്. നാളിതുവരെ കൊണ്ടു നടന്ന പലതും വിവരക്കേടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അത് കയ്യൊയ്യാനുള്ള തൻ്റെ ഇടം, അസാമാന്യമായ ഒരു തൻ്റെ ഇടമാണത്. അതെന്താ കാരണം? അവൻ തിരിച്ചറിയാണ്. നോക്കൂ, നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കുക. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, നോക്കൂ, ആഴികള്, അവിടെയൊക്കെ ചെടികള്, കാക്ക, നമ്മളെക്കാൾ മുമ്പുള്ളൊരു സൃഷ്ടി. കാക്ക എന്ന് പറയുന്ന കാക്കല്ലേ, നമ്മളെക്കാൾ മുമ്പുണ്ട്. ഒറ്റ ചോദ്യമേ ഉള്ളൂ ബാല, ഒറ്റ ചോദ്യമേ ഉള്ളൂ ബഷീർ ഉസ്താദേ. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഉത്ഭൂതമാകുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ, അങ്ങനെയാണല്ലോ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ആരാ? ഉസ്താദ് പറയാണ്, 35 കൊല്ലം മുമ്പ് 1991 മരിച്ച ചിറ്റടി മീത്തൽ അബൂബക്കർ എന്ന് പറയുന്ന CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യനാണ് എന്ന് വലിയ ഉസ്താദ് പറയാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, അന്ന് ഇതിനെ ആരെ നിയന്ത്രിച്ച്? ന്യായമല്ലേ? സിമ്പിളല്ലേ? ശ്രീരാമനല്ല, ശ്രീകൃഷ്ണനല്ല, യേശുവല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, പിന്നെ ആരാ? ഞങ്ങളിവിടെ നിങ്ങൾ കണ്ടോ നിർഭയത്വം തൗഹീദിലൂടെ. എന്താ തൗഹീദ്? ഏകത്വം. ആരുടെ? ഒറ്റ ദൈവം, ഏകം സത് ബഹുദ വിപ്ര വദന്തി യോ ദേവാ നാം നാമദ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃപാതൃ പ്രകർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം ശമ്മ ഇസ്രായേല അടോണ എലോഹിൻ അടോണ യഹ്. എത്ര സുന്ദരമായ ത്വമേകം ഏകം, 33 കോടി എന്നല്ല, ത്വമേകം ഏകൻ, ത്വമേകം ശരണ്യം, ശരണ്യങ്ങൾ, ശരണം വിളി, ശരണം വിളിക്കുക. ആരെ? ഏകനായ 33 കോടിനല്ല. കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്താറുകളും മക്കബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താറുകളുമല്ല. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ജിന്നുകളും മലക്കുകളുമല്ല. അമ്പിയാക്കളും ഔലിയാക്കളും ബീവിമാരും മുനിമാരും ദേവിമാരുമല്ല. പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നരേന്ദ്രമോദിയുടെ പടച്ചോൻ. നിങ്ങൾക്ക് കഴിയോ? ഞാനൊക്കെ എന്റെ കൽബിലെന്താ, ആ ലോകത്തിലെ ഏറ്റവും നീചനായ അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലേ,
മാനവ ചരിത്രം കണ്ടതിൽ വെച്ച് 1000 ഹിറ്റ്ലറിനേക്കാൾ ക്രൂരനായ നെതന്യാഹു എന്ന നീചനായ 2 കാലിൽ നിൽക്കുന്ന ഇരുകാലി, നാക്കാലി എന്ന് വിളിച്ചാൽ അങ്ങനെ ഒരു നാക്കാലി ലോകത്തില്ല. അവരുൾപ്പെടെയുള്ള അവരെ ഏതൊരു പടച്ചോനാണോ ആ പടച്ചോൻ തന്നെ എന്നെയും സൃഷ്ടിച്ച്. ക്ഷേത്രത്തിലെ പൂജാരിയെ അയാളുടെ അവയവങ്ങൾ ഏതൊരു പടച്ചോനാണോ നൽകിയത്, ഇതൊരു വല്ലാത്ത ചങ്കുറപ്പാ. സ്വാമി ചിദാനന്ദപുരിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിയില്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. പള്ളിയിലച്ഛന് ഇവിടെ എവിടെയെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി. ഒരു പള്ളിയിലച്ഛൻ ഇവിടെ കയറി വന്നിട്ട് യേശുവിൻ്റെ മുമ്പ് കന്യാമറിയത്തിനെ സൃഷ്ടിച്ച, കന്യാമറിയ മുമ്പിൽ ആദമിനെ സൃഷ്ടിച്ച, ആദമുണ്ടാകുന്നതിന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമുണ്ട്, അവനെ ആരാധിക്കണം. പള്ളിയിലച്ഛൻ്റെ ജോലി നാളെ പോയി. അപ്പൊ പറയൂ, ആർക്കാ നിർഭയത്വം? ആർക്കാ നിർഭയത്വം? ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല പടച്ചോൻ വിചാരിച്ചാലല്ലാതെ എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ്റെ നിർഭയത്വം എന്താ നിങ്ങൾ വിചാരിക്കണം? പല ആളുകളും ചോദിക്കും, മുസ്ലിങ്ങൾക്ക് എന്താ പത്ര ചങ്കുറപ്പ്? ഫലസ്തീനിലെ കുട്ടി, 3 വയസ്സിൻ്റെ കുട്ടി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ക്ഷമിക്കണം കേട്ടോ. ഫലസ്തീനിലെ 3 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ തൻ്റെ ഇടത്തിലേക്ക് 300 കോടി ഇന്ത്യക്കാരൻ്റെ തൻ്റെ ഇടം വെച്ചാൽ 3 വയസ്സുകാരൻ്റെ തൻ്റെ ഇടം തൂങ്ങും. എന്താ കാരണം? 3 കോടി ഇന്ത്യക്കാരൻ്റെ, അതായത് 30 വയസ്സുള്ള 3 കോടി യങ് ഇന്ത്യക്കാരൻ്റെ മനക്കരുത്തും ഒരു ഫലസ്തീനി 3 വയസ്സുള്ള കുട്ടിയുടെ മനക്കരുത്തും തുലാസിൽ വെച്ചാൽ ആ കുട്ടി ടോപ്പായിരിക്കും. അധികപ്പെട്ടേ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തെളിയിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സമാധാനമുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനുണ്ടോ? ഉണ്ടോ? ചൊവ്വാദോഷം, ശനിദശ, ശകുനപ്പിഴ, ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു, ജയവും പരാജയവും ഭാഗ്യ നക്ഷത്രങ്ങളെ നിങ്ങൾ നിർവചിക്കുന്നു. നക്ഷത്രങ്ങളാണ് മനുഷ്യന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നത് വിശ്വസിക്കുന്ന അന്ധവിശ്വാസി. അവന് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? കറുത്ത പൂച്ച വീട്ടിൽ നിന്ന് ഇറങ്ങി പേഴ്സ് എടുക്കാൻ മറന്നു, ഓൻ തിരിച്ചു നടക്കുവോ? ഇഷ്ടമില്ലാത്ത ഒരാള് നമ്മളെ മുറിച്ചു കിടന്നാൽ ശകുനം, അപശകുനം ഇല്ലേ? അങ്ങനെയല്ലേ? ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം കരിമ്പൂച്ചല്ല, കറുത്ത സിംഹണ്ടല്ലോ, കരിമ്പുലി, അതിങ്ങനെ പോയാലും ഞങ്ങൾ കൊണ്ടെടുത്തേ പോവും. എന്താ കാരണം? അങ്ങനത്തെ ഒരു വിശ്വാസത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ആശയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരാശയത്തെ, ലോകം മുഴുവനും കേൾക്കേണ്ട ഒരാശയത്തെ, ആ ആശയത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അവർക്ക് മാത്രമാണ് നിർഭയത്വം. ആ നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, അതുപോലെ മുആദ് ബിൻ ജബറിനോട് ഒക്കെ റസൂൽ പറയുന്നുണ്ട്, നീ അള്ളാനെ സൂക്ഷിക്ക്, പടച്ചോനെ സൂക്ഷിക്ക്. പടച്ചോനുണ്ടാവും നിന്റെ സംരക്ഷണത്തിന്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാനോട് ചോദിക്കും, അവൻ നിനക്ക് ഉത്തരം നൽകും. ഇനി ഇവിടെ മുസ്ലിങ്ങളോട് നമ്മളാണല്ലോ ബാക്കിയുള്ള ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. ഇസ്ലാമിൽ ഇപ്പൊ നമുക്കറിയാം, അമ്പലത്തിൽ പ്രാർത്ഥന നടക്കുന്നു, ചർച്ചിൽ പ്രാർത്ഥന നടക്കുന്നു, പള്ളിയിൽ പ്രാർത്ഥന നടക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് ഇബാദത്താണ്. അറിയില്ലേ? എല്ലാവർക്കും അറിയാം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. ആരാധന ആർക്കാണ്? ഇതൊരു വളരെ പ്രധാനമായ ഒരു ടോപ്പിക്കാണ്. ആർക്കാണ് ഇബാദത്ത്? ഞാനതിന് ആദ്യമായി നിങ്ങളോട് പറയുന്നത്, ഞാൻ പറഞ്ഞു, ലോകം, മനുഷ്യകുലം, മാനവകുലം, മനുഷ്യൻ ഈ ഭൂമുഖത്ത് വരുന്നതിന് മുമ്പുള്ള പ്രപഞ്ചം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതിനെയൊക്കെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ ഒരു വലിയന്, ഒരു നബിക്ക് പങ്കുണ്ടോ ഇല്ലേ? ഒരു ഉസ്താദ്, അയാളുടെ കൈകൾ, അയാളുടെ കൺപിരികങ്ങൾ, അയാളുടെ ചുണ്ടുകൾ, വലിസാനം വശഫത്തൈൻ, അവരുടെ വിരലടയാളങ്ങൾ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസ്ബിയ ബനാന ഫലിയൻദുരിൽ ഇൻസാനു മിമ്മാ ഖുലിഖ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം. 82-ാം അധ്യായം 6, 85-ാം അധ്യായം 5, സൃഷ്ടി. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, അദ്ദാരിയാത്ത് 51, 20, 21, 22.
അത്ഭുതങ്ങളുടെ കലവറ. കിഡ്നി 130 ഗ്രാം ഭാരമുള്ള കിഡ്നി ഒരു ഉസ്താദിനും ഇത് CM ഒരു നൽകിയെന്ന് അയാൾ പറയില്ല. അയാളുടെ ശ്വസന വ്യവസ്ഥ, അയാളുടെ പ്രാപഞ്ചിക ആവാസ വ്യവസ്ഥ, ഇതിലൊന്നും റബ്ബിനല്ലാത്ത ഒരാൾക്കും പങ്കില്ല. സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പൊ പിന്നെ ഇതെല്ലാം നൽകിയ റബ്ബ് നമ്മളോടൊരു കാര്യം കൂടി പറയണു. എന്താ അത്? എന്നോട് ചോദിക്കാൻ പറയൂ നബിയേ, നബിയേ എന്നോട് ചോദിക്കാൻ പറ. അതേതാ കാര്യം? ഞാൻ നിങ്ങളോട് കേരളത്തിൽ ഇത് കേൾക്കുന്ന, കാസർഗോഡ് മണ്ഡലത്തിലെ ഈ സമ്മേളനം കേൾക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, വൈദ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു. റമദാനോട് അനുബന്ധമായ വചനം ബഖറ ചാപ്റ്റർ 2 186 വചനം. വൈദ സഅലക ഇബാദി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയൂ ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ചോദിക്കുന്നവർ എന്നോട് ചോദിക്കട്ടെ. അതെന്താ? അത് ഹോട്ടലിൽ കയറി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമെന്ന് പറയുന്നതിന് പകരം അവനെൻ്റെ വീട്ടിൽ കുത്തുന്ന അല്ലാ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുക എന്നുള്ളതിനെ കുറിച്ചാണോ പറഞ്ഞ്? ആണേന്നാണെങ്കിൽ നിങ്ങൾ അള്ളാനെ നിന്ദിക്കുന്നു, അപഹസിക്കുന്നു, പരിഹസിക്കുന്നു. ഡൈനിങ് ടേബിളിന്റെ ചുറ്റിലിരുന്നു അല്ലാ മന്തി കൊണ്ടാ, കാരണം അല്ലാ പറഞ്ഞിട്ടുണ്ട് റസൂലിനോട് ചോദിക്കുന്നവർ എന്നോട് ചോദിക്കട്ടെ എന്ന്. അയാൾ പെരുന്നാളിന് തലേന്ന് ടെക്സ്റ്റൈൽസിലും ടൈലർ ഷോപ്പിലും ഒന്നും പോയില്ല. കാരണം വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ, ചോദിക്കുന്നവൻ എന്നോട് ചോദിക്കട്ടെ. ആ ചോദ്യം ഏതാ? ഞാൻ വളരെ എളുപ്പത്തിൽ ആ തർക്കം തീർക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടെടുക്ക്, ആ മമ്മട്ടിങ് എടുത്തോ, ആ വണ്ടിന്റെ കീങ് എടുത്തോ, ഇതൊക്കെ മനുഷ്യരോട് ചോദിക്കാം. സംശയമുണ്ടോ? ഇല്ല. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. സൂറത്ത് മാഇദ 5-ാം അധ്യായം 2-ാമത്തെ വചനം. സമ്മതിച്ചോ? പരസ്പരം നന്മയിൽ സഹകരിക്കാൻ. പക്ഷെ ഇവിടെ ഇയ്യാക നഅ്ബുദു, പടച്ചോനെ ഞങ്ങൾ നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ചോദിക്കുന്നു, സഹായം തേടുന്നു. ഏതാ അത്? ആ സഹായം തേടല് ഇപ്പൊ ആ 2 റുപ്യ എടുക്കുമെന്ന് പറയണാണോ? സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടുത്തെ ആളോട് എനിക്ക് 2 കിലോ അരിതാ എന്ന് പറയുന്നതാണോ? അതാണ് എന്ന് സമസ്തക്കാരും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെയാണ് പരിഹസിക്കുന്നത്. അത്രയും ഞാൻ അതിൽ പറയുള്ളൂ. റഹ്മാനായ റബ്ബിനെയാണ് പരിഹസിക്കുന്നത്. പിന്നെ എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ച്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറ്റുന്നതും സൃഷ്ടികളിൽ ഒരാളോടും ചോദിക്കാൻ പാടില്ലാത്തതും. അങ്ങനെ മലക്കിനോട്, ജിന്നിനോട്, ജീവിച്ചിരിക്കുന്നവരോട്, മരിച്ചവരോട്, ജിന്നിനോട് ഒന്നും സൃഷ്ടികളിൽ ഒരാളോടും ചോദിക്കാൻ പറ്റാത്തത്, അത് അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ ചോദിച്ചാൽ ദുനിയാവിന് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം ദുനിയാവാണോ? അല്ല. ബൽ തുസിറൂനൽ ഹയാത്തുദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ. നിങ്ങൾ ഈ ദുനിയാവിനെയാണോ, ഈ ഐഹികമായ ക്ഷണികമായ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു മിന്നൽ പിണർ പോലെ അസ്തമിച്ചു പോകുന്ന ദുനിയാവിനാണോ? അല്ല. ആഖിറമാണ് ബാക്കിയാകുക. അവിടെ രക്ഷപ്പെടണമെങ്കിൽ മൺമറഞ്ഞു പോയ ഇതിന്റെ കാതൽ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവിടെ സംഭവിക്കുന്ന ഒന്നുകൂടെ ഞാൻ പറയാം. സംഘാടകരുൾപ്പെടെയുള്ളവർ വിശുദ്ധ ഖുർആൻ വായിക്കുന്നില്ല. ഒന്ന്, ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുന്ന ഗ്രന്ഥം എന്നാണല്ലോ പറയുന്നത്. ഖുർആനിനോട് ഈ ഉമ്മത്ത് അവഗണന കാണിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതി നമുക്കറിയാം. മങ്കൂസ്, ഖുത്ബിയത്ത്, മൊഹിദീമാല, കുപ്പിപ്പാട്ട്, കപ്പപ്പാട്ട്, ഇതെല്ലാം ചൊല്ലി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ്. ഇതെല്ലാം മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്ത് ന്യായം കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന കാലം. ഈ കാലവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാതി. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ഉമ്മത്ത് മൊഹിദീൻ മാലയെ അഗണ്യകോടിയിലേക്ക് തള്ളി എന്നായിരുന്നു മുത്തുനബിയുടെ പരിഭവമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മൊഹിദീൻ മാല നെഞ്ചോട് ചേർക്കാമായിരുന്നു.
കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും കുത്തുബിയത്തും എന്റെ ഉമ്മത്ത് പാടിയില്ല എന്നല്ലല്ലോ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന സ്ഥാനം എന്താ? വഖാല റസൂൽ, റസൂലിന്റെ അപ്പുറത്ത് വേറൊരാളുണ്ടോ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്റെ ഉമ്മത്ത്, നമ്മളല്ലേ അത്. ആ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളി, പരിഗണിച്ചില്ല. വമൻ ആറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. 20-ാം അധ്യായം, ആദ്യം പറഞ്ഞത് 25-ാം അധ്യായം 30-ാമത്തെ വചനം, രണ്ടാമത് പറയുന്നത് 20-ാം അധ്യായം 124. ഖുർആനിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. മസലുല്ലദീന ഹമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. സൂറത്ത് ജുമഅ 5-ാമത്തെ വചനം. ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ. സത്യല്ലേ? നേരത്തെ എന്റെ പ്രിയ സഹോദരൻ ഇവിടെ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതുന്ന പ്രസ്ഥാനം. എന്തുകൊണ്ട്? അല്ല പറയാ ഞങ്ങളോട്. അല്ല ഞങ്ങളോട് പറഞ്ഞത് എന്താ അറിയോ? അത് നിങ്ങളോടും പറഞ്ഞിരുന്നു, നിങ്ങൾ അനുസരിച്ചില്ല. കേരളത്തിലെ പ്രബല മുസ്ലിം പണ്ഡിത സംഘടന അത് അംഗീകരിച്ചില്ല. അല്ല എന്താ പറഞ്ഞ്? വൈദാ കീലലവും താലൗ, വാ വാ വാ. എങ്ങോട്ട്? ഇലാ മാ അൻസലല്ലാ, അല്ല ഇറക്കിയതിലേക്ക് വന്നാണ് ഇവിടെ വന്നിട്ടൊരു പ്രാസംഗികൻ പ്രസംഗിക്കണ്ട്. ഒരു ഉസ്താദ്, ഒരു സഖാഫി, ഒരു ഫൈസി, ഒരു ദാരിമി, ഒരു ബാക്കവി, അവര് വന്നിട്ട് എന്താ പ്രസംഗിക്കേണ്ടത്? വൈദാ കീലലവും, പറയണം അവര്. താലൗ, വരൂ. എങ്ങോട്ട്? കപ്പപ്പാട്ടിലേക്കാ, കുപ്പിപ്പാട്ടിലേക്കാ, കാലകളിലേക്കാ, കീലകളിലേക്കാ? അല്ല, താലൗ ഇലാ മാ അൻസലല്ലാ, അല്ല ഇറക്കിയതിലേക്ക് വാ. തീർന്നില്ല. ചേകന്നൂരിന് ചാൻസ് ഇല്ല, CH മുസ്തഫക്ക് ചാൻസ് ഇല്ല. വൈല റസൂലി, റസൂലിലേക്കും വാ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും വാ എന്ന് അവരെ വിളിച്ചാൽ ആ വിളി അവിടുന്ന് വിളിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് പറയണെന്ന് അറിയോ? ഏറ്റവും ചുരുങ്ങിയ KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ 5 വോള്യം അതൊന്ന് വെറുതെ വായിച്ച് അർത്ഥം നോക്കിയാൽ പോലും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ നിങ്ങൾക്ക് മുജാഹിദികളോടുള്ള വെറുപ്പ് കുറയും, സെലഫികളോടുള്ള വെറുപ്പ് കുറയും. എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ മാറി ഒരുപാട് ആളുകൾ എനിക്കറിയാം ഈ സദസ് പോലെ ഉണ്ടാവും. എന്നോട് ഇന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ എന്റെ പ്രസംഗം കേട്ട് ഖുർആൻ അധ്യായം എഴുതിയെടുക്കും, വചനം എഴുതിയെടുക്കും. ഞാൻ ഇവിടെ ഒരു കൊച്ചുപള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ ഇന്നത്തെ അനുഭവം അറിയണേ. ഞാൻ ആ പ്രസംഗം ഓരോന്ന് നോക്കും. ഞാൻ സമസ്തക്കാരനായിരുന്നു, എനിക്ക് മനസ്സിലായി അത് അസത്യത്തിലാണ്. എന്താ കാരണം? ഖുർആൻ പഠിച്ചു. നിങ്ങൾക്കറിയോ അബൂജഹൽ പറഞ്ഞ എന്താ? ഖുർആൻ കേൾക്കരുത് എന്നാ. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പറയണേതാ? മണിച്ചുകൊണ്ട് ഓതി. ഷറഫ് ഇവിടെ ഓതി. ഏത്? സൂറത്ത് യാസീൻ. യാസീൻ വലിയ ഇഷ്ടമുള്ള ടീമല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? ഈ പ്രസംഗം കേൾക്കാൻ വരരുത്. ഏത് പ്രസംഗം കേൾക്കേണ്ടത്? 2 മണിക്കൂർ പ്രസംഗിച്ച 1 അരയോ ആയത്തോതുന്നത് കേൾക്കാൻ ചെല്ലാനാ പറയണത്. അല്ല പറയണതോ വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. മുന്നിൽ കസേരട്ട ആളുകളെ ഇരുത്തി, സഹോദരിമാരെയും സഹോദരന്മാരെ, എന്നിട്ട് ഓൽക്ക് ഓതി കേൾപ്പിക്ക്. എന്ത്? അള്ളാന്റെ ഖുർആനിന്റെ നിരന്തര വചനങ്ങൾ ഓതി കേൾപ്പിക്ക്. അങ്ങനെ ഖുർആൻ അവരെ ഓതി കേൾപ്പിച്ചാലോ വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കും. കപ്പപ്പാട്ട് കേട്ട ഈമാൻ ഉണ്ടാവുന്ന അല്ല പറഞ്ഞിട്ടില്ല. മൊയ്തീമാല പാടിയ ഈമാൻ ഉണ്ടാവുന്ന അല്ല പറഞ്ഞിട്ടില്ല. കാലകീലകൾ പറഞ്ഞ ഈമാൻ ഉണ്ടാവുന്ന അല്ല പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞു 8-ാം അധ്യായം 2-ൽ ആയത്തോതി കൊടുക്ക്, അപ്പ ഇരിക്കുന്നവന് ഈമാൻ ഉണ്ടാവും. ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറ, സാധാരണക്കാര് പറ, ഈ പ്രസംഗം കേൾക്കുന്നവര് പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ല ഞങ്ങളോട് 5-ാം അധ്യായം 105-ൽ പറയുന്നു, ഖുർആൻ ഓതി കൊടുക്ക്. അതാങ്ങളുടെ ദൗത്യം. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പറയാണ് 41-ാം അധ്യായം 26-ാമത്തെ വചനം. എന്തായാലും പറയുന്നു, വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലാ തസ്മഉ, നിങ്ങൾ കേൾക്കരുത്, ലിഹാദൽ ഖുർആൻ, ഖുർആൻ കേൾക്കരുത്. ഉസ്താദും പറയുന്നത് അത് തന്നെയാ, നിങ്ങൾ പോകരുത്. സലഫികളെ പ്രസംഗമുണ്ട്, വഹാബികളെ പ്രസംഗമുണ്ട്, നിങ്ങൾ കേൾക്കരുത്. കാരണം എന്താ? ഒരു ഖുർആൻ ഓതും, നമ്മളതിന്റെ ശത്രുക്കളല്ലേ എന്ന്. നമ്മള് സമസ്തക്കാർ അതിന്റെ എതിരാളികളല്ലേ? നമുക്ക് എന്ത് ഖുർആനാണുള്ളത്? ഓലെ ഖുർആൻ കേൾക്കാൻ പോരുത് കേട്ടോ. അതെന്നെ അബൂജഹലും പറഞ്ഞ്. നിങ്ങൾ എങ്ങനെ അബൂജഹലിന്റെ പാർട്ടിയായി? നിങ്ങൾ എങ്ങനെ അബൂജഹലിന്റെ പാർട്ടിയായി? എവിടെയാ അങ്ങക്ക് പിഴച്ചത്? ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക ഞങ്ങളോട്. ഞാൻ എന്നും ചോദിക്കുന്നത് അതേ ശൈലിയിൽ കപടനാകാതെ ചോദിക്കുകയാണ്. എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയത്? 23 കൊല്ലം അള്ളാന്റെ റസൂൽ
കബ്ബപ്പാട്ട് ഓതി കൊടുത്തു ഉണ്ടെങ്കിൽ പറ. ബുഖാരിയിൽ മൊയ്‌ദീൻ മാലയുടെ 25 വചനം നബി ചൊല്ലുകയും സഹാബത്തെ 8 ചൊല്ലുകയും ചെയ്തു എന്ന് നിങ്ങൾ പറ. നേരെ മറിച്ച് ഉഖാദയിൽ, ദുൽമജാസിൽ, മജന്നയിൽ 72 ആൾ ഇസ്ലാമായി. മദീനയിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കേട്ടിട്ട് സൂറത്ത് ഫുസ്സിലത്ത് ഓതി. സൂറത്ത് ഫുസ്സിലത്ത് മദീനത്ത് വന്നിട്ട് ഓതി. ഒരു കപ്പപ്പാട്ടും പാടിയില്ല. ഞങ്ങൾ പറയുന്നതാ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. എങ്ങനെ? വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും ഓതിയിട്ട്, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ട്. വൈൻകാനു, അവരായിരുന്നു മിൻ ഖബലു, ഇതിനു മുമ്പ്. ഏതിനു മുമ്പ് ഉസ്താദേ? ഏതിനു മുമ്പ്? സമസ്തക്കാരെ, ഇതിനു മുമ്പായിരുന്നു. ഏതിനു മുമ്പ്? ഖുർആനും സുന്നത്തും ഓതി കേൾപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ സ്ഥിതി. കാരണം അവരങ്ങനൊന്നും കേട്ടിട്ടില്ല. പൂർവകാല പ്രവാചകന്മാരുടെ ഏതാനും അവ്യക്തതകളുള്ള ചരിത്രമല്ലാത്തൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് 23 കൊല്ലം 114 അധ്യായം അത് ഓതിയത് കൊടുത്തിട്ട് അവർ നന്നാക്കി. 33-ാം അധ്യായം 34-ാമത്തെ വചനം, വിശുദ്ധ ഖുർആൻ. അതിൽ പറയുന്നത് നിങ്ങളെ ഭവനത്തിൽ വെച്ച് ഏത് APEK, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, പോപ്പുലർ ഫ്രണ്ട് ആരാവട്ടെ, മുസ്ലിമാണോ, നിന്റെ വീട്ടിൽ ഖുർആനും സുന്നത്തും ഉണ്ടാവണം എന്ന് അല്ലാഹ്. അങ്ങനത്തെ വീടാണോ നമ്മുടേത്? ആണോ? ഖുർആൻ മരിച്ചെടുത്ത് ആകെ ഓതൽ സൂറത്ത് യാസീന. ആ യാസീനിൽ പോലും അല്ലാഹ് പറയുന്നത് എന്താ? ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിക്കൽ ഖൗലു അലൽ കാഫിരീൻ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയിൽ നിന്ന് ക്യാൻസറിന്റെ മരുന്നുണ്ടോന്ന് പട്ട് പൊതിഞ്ഞ് അവിടെ വെച്ച് ബാപ്പാക്ക് കൊടുത്തില്ല. അതുപോലെ അല്ലാഹ് പറയാ, ബാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓതി കൊടുക്കാനാ മോനെ, ബാപ്പ മരിച്ചു എന്ന് ഉറപ്പിരുത്തിയിട്ട് ഓതാനല്ല. സൂറത്ത് യാസീനിൽ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ, നമ്മുടെ ഉസ്താദുമാരുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. ഒരധ്യായം, ആ അധ്യായത്തിൽ അല്ലാഹ് പറയണത് മരിച്ചെടുത്ത് ഓതണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഓതി കൊടുക്കുക. എന്നിട്ടോ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാലേ അത് ഓതു തന്നെ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, എന്ത് പറ്റിയാണ് നമ്മുടെ ഉമ്മത്തിന്? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മനുഷ്യരെ, നാക്കാലിക്കില്ലാത്തൊരു സംഗതി അല്ലാഹ് നമുക്ക് തന്നില്ലേ? അല്ലാഹ് സമസ്തക്കാരോടും മുജാഹിദുകളോടും 2 തലച്ചോറ് കൊടുത്തോ? അല്ലാഹ് ഇല്ല, ഇല്ല. എല്ലാവർക്കും, ഇവിടുത്തെ സുരേന്ദ്രനും ഇവിടുത്തെ മാധവനും ഇവിടുത്തെ പള്ളിയിലച്ഛനും ഒക്കെ കൊടുത്ത് പടച്ചോനാ. ഉറച്ച വിശ്വാസം പറയുന്നത്. ചിന്തിക്ക്. ഇനി ആലോചിക്കുക ഓരോ കാര്യം. നമ്മൾ ആരെയാ? ഇപ്പൊ ഖബർ. ഞാൻ എപ്പോഴും ചിന്തിക്കും, സുമ്മാമാതഹു ഫാക്ബറ, സുമ്മാമാതഹു, മരിച്ചു, ഫാക്ബറ. അതുകൊണ്ട് ഖബറടക്കി കാണാം. ഖുർആനിൽ പറയാം, സൂറത്ത് 80-ാം അധ്യായത്തിൽ അല്ലാഹ് പറയാ, സുമ്മാമാതഹു ഫാക്ബറ, മരിച്ചു എന്നാ ഖബറടക്ക്. മരിച്ച പിന്നെ ചെല്ലേണ്ട സ്ഥലം അത്. ജീവിച്ചിരിക്കുന്ന ഒരു ഉസ്താദിനെ മണ്ണിലിട്ട് മൂടുവോ നിങ്ങൾ? എന്തുകൊണ്ടാ? മഹത്വം കൊണ്ടാണോ? മഹത്വക്കുറവ് കൊണ്ടാണോ? ചെറിയ സിമ്പിൾ ചിന്തയാട്ടോ പറയുന്നത്. ജീവിച്ചിരിക്കുന്ന തങ്ങളെ പിടിച്ച് മണ്ണിലിടുവോ? വേണ്ട. ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ ഡ്രസ്സിൽ ഒരു ചളിയായാൽ നിങ്ങൾ വേഗത്തിൽ നിങ്ങളെ വെള്ള ടവലെടുത്ത് വെള്ളം കൊണ്ട് തുടച്ചു കൊടുക്കൂലേ? അല്ലേ? എന്താ കാരണം? ആ തങ്ങളോടുള്ള നിങ്ങളെ ബഹുമാനം. ആ തങ്ങൾ നിങ്ങൾ ജീവനോടെ മണ്ണിലിടുവോ? ഇല്ല. തങ്ങൾ മരിച്ചാലോ പിന്നെ ബഹുമാനിച്ചാൽ മണക്കും, ദുർഗന്ധം വമിക്കും. പിന്നെ അത് ചെന്ന് ചേരേണ്ടത് മണ്ണിലാണ്. എങ്കിൽ പോരിശ കൂടിയതാണോ കുറഞ്ഞതാണോ? തലച്ചോറുണ്ടെങ്കിൽ പറയൂ, പോരിശ കൂടിയതാണോ കുറഞ്ഞതാണോ? പോരിശ കൂടിയ കാലത്ത് നിങ്ങൾ ആരും അവരെ പിടിച്ച് മണ്ണിലിട്ടില്ലല്ലോ കേട്ടോ. ഇല്ല. എന്താ? മഹത്വം, ജീവനുള്ള മനുഷ്യനാ, ചെയ്യാൻ പാടില്ല. മരിച്ചാ പിന്നെ ഫാഖ്ബറ, ഖബറിൽ കൊണ്ടാക്കണം. മരിച്ചോണ്ടാ ഖബറിൽ കൊണ്ടാക്കി. വേണ്ടെന്ന് എന്ന് നിങ്ങളുടെ നാടിൻ്റെ അടുത്ത് തങ്ങളില്ലേ? ഉണ്ട്. ഇന്ന് ഇവിടെ വെച്ചുകൊണ്ടൊരു ഉസ്താദിന് 1000 കിലോമീറ്റർ അപ്പുറത്തുള്ള തങ്ങളെ വിളിച്ചിട്ടൊരു കാര്യം നേടാൻ പറ്റുമോ? ഞങ്ങളെ വെല്ലുവിളിക്കും. ഞാൻ ഇവിടെ ഇരുന്ന് തരും. നിങ്ങളെ ജീവസുറ്റ ഏറ്റവും വലിയ തങ്ങൾ ഇന്ത്യന്നോ ലോകത്തുനിന്നോ എവിടുന്നോ നിങ്ങൾ കൊണ്ടുവന്നോ, ഞാൻ കാത്തിക്കാം. നാളെ ഇതുപോലെ ഒരു സ്റ്റേജിൽ നിങ്ങളെ തങ്ങളെ കൊണ്ട് ആ തങ്ങൾ ഇവിടെ ഇരുന്നിട്ട്, അല്ലെ ആ തങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അമേരിക്ക നിങ്ങളൊരു മുരീദ് അവിടുന്ന് ഒരു കാര്യം മൈക്കും ഫോണും ഇല്ലാതെ വിളിച്ചിട്ട് അയാൾ ഇവിടെ കേൾക്കുമോ? ജീവിച്ചിരിക്കുന്ന അയാൾ കേൾക്കുമോ? കേൾക്കും. നിങ്ങൾ എന്താ പറയണത്? നിങ്ങളും ഞങ്ങളും ഒക്കെ ഒരേപോലെ തന്നെയല്ലേ ഭക്ഷണം കഴിക്കണത്? അല്ലേ? ഇനി ഒരു ബഹളത്തിനിടയിൽ, ഒച്ചയും ബഹളം ഉണ്ടാകുന്നതിനിടയിൽ ചിലപ്പോൾ ഉറക്ക വിളിച്ചാൽ പോലും ആൾ കേൾക്കുമോ? ഭയങ്കര ബഹളം നടക്കുക അപ്പുറത്ത്. ഇവിടുന്ന് വിളിച്ചാൽ ചിലപ്പോൾ കേൾക്കുമോ? ഒരു 100 മീറ്റർ അപ്പുറത്തുനിന്ന് ഇല്ല.
ഇനി ഒരു ഉസ്താദ് AC ഇട്ട് ഫാനിട്ട് വാതിലൊക്കെ അടച്ച് ഗംഭീരായിട്ട് അതിൽ ഖുർആൻ ഓതുക, ജനലിനപ്പുറത്ത് വന്ന് വിളിച്ചാൽ കേൾക്കുവോ? തങ്ങൾ തന്നെ, വലിയ തങ്ങൾ തന്നെ കേൾക്കുവോ? എന്താ കാരണം? ഉസ്താദ് മരിച്ചിട്ടാ? അല്ല. എൻ്റെ ചോദ്യം, അങ്ങനൊക്കെ ഫാനും AC ഇട്ട് റൂമ് കുത്തിരിക്കുന്ന ഉസ്താദ് പോലും തൊട്ടപ്പുറത്ത് 10 ചെറിയൊരു കയ്യിൻ്റെ നീട്ടത്തിൽ അപ്പുറത്ത് ജനലിൻ്റെ അടുത്തുനിന്ന് വിളിച്ചിട്ട്, അപ്പോൾ നമ്മൾ പിന്നെ വാതിലിന് ഭയങ്കരമായിട്ട് മുട്ടി, വലിയ തങ്ങളാ തുറന്നു പറഞ്ഞു, മോനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മൾ പറയണത് ആ തങ്ങൾ റൂമിൽ ജീവനോടെ ഉണ്ടായിരിക്കെ കേൾക്കാത്ത തങ്ങൾ മരിച്ചിട്ട് 6 അടി മണ്ണ് കൊണ്ടുപോയി വെച്ചിട്ട് സ്ലേവിട്ട് മണ്ണിട്ട് മൂടിയാൽ പിന്നെ എനിക്ക് ബഗ്ദാദെന്നും കാസർകോട്ടെ തങ്ങളെ വിളിച്ചാൽ കേൾക്കുമെന്ന് പറയണമെങ്കിൽ ലോകത്തെ ഇന്നോളുണ്ടായ മനുഷ്യവർഗത്തിലെ സകല മുഴുവട്ടൻ ഭ്രാന്തന്മാരില്ലേ, ഓല മുഴുവൻ ഭ്രാന്തിൻ്റെ 1 കോടി ഇരട്ടി ഭ്രാന്ത് നിനക്കില്ലാത്ത കാലത്തോളം നിനക്കങ്ങനെ പറയാൻ പറ്റുമോ? നീ മനുഷ്യനാണോ എന്നാണ് ഞാൻ ചോദിക്കണത്. മനുഷ്യനാണോ നീ? നിനക്ക് മനുഷ്യനെന്ന പട്ടികയിലെ അംഗമാകാൻ കഴിയുമോ ഈ തലച്ചോറും വെച്ചിട്ട്? എന്തൊരു പുതുമയാണെന്നേ. നിങ്ങൾക്ക് ആർക്കും ഒരു വികാരം തോന്നില്ലേ? ഈ വിവരക്കേട് പറഞ്ഞ് ഇവിടെ മനുഷ്യന്മാരിങ്ങനെ നടന്നിട്ടും നിങ്ങൾക്ക് ആർക്കും, നിങ്ങൾ നോക്കൂ, ലോകത്തെടുക്കുന്ന യുദ്ധത്തെക്കാൾ എനിക്ക് സങ്കടം ഇത്തരത്തിലുള്ള വാദമുള്ളവരെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിനെപ്പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് യുദ്ധത്തിൽ ഭയങ്കര യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ നബി വിളിച്ചിട്ട് സഹാബത്ത് അത് കേട്ടില്ല. ഈ ചുരുങ്ങിയ ഉഹുദിന്റെ ചുറ്റുവട്ടത്തെ യുദ്ധം നടക്കുമ്പോൾ ശബ്ദമുഖരിതമായ ലോകത്ത് നബി വിളിച്ചിട്ട് കേട്ടില്ല. ഹജ്ജിലെ പ്രസംഗത്തിൽ ഇബ്നു അബ്ബാസ് എന്നൊന്ന് വിളിച്ചു പറയാ, നബി പറയാണ്, ഒരൊക്കെ മിണ്ടാതിരിക്കാൻ പറയൂ, ജീവനുള്ള ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോ അവർക്കൊക്കെ കേൾക്കണമെങ്കിൽ അവരോട് മിണ്ടാതിരിക്കാൻ പറയൂ. ആ റസൂലുള്ളാഹി മരിച്ചിട്ട് ഖബറിലെത്തിയാൽ പിന്നെ ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും ആ നബി കേൾക്കുമെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ മനുഷ്യരല്ലാതാകണം. മനുഷ്യനത് കഴിയില്ല. മനുഷ്യനാണോ നീ? മനുഷ്യനാണോ എങ്കിൽ നിനക്ക് കുഴപ്പമുണ്ട്. അല്ല പറഞ്ഞതാ, ഓനെ മനുഷ്യന്റെ കൂട്ടത്തിൽ പെടുത്തരുതടോ. ഓനെ മനുഷ്യന്റെ കൂട്ടത്തിൽ അല്ല പറയാം. മുജാഹിദ് ബാലുശ്ശേരി പറയലട്ടെ 7-ാം അധ്യായം, നീ നോട്ട് ചെയ്തോ 179. എന്നിട്ട് അല്ല ഒന്നുകൂടി പറഞ്ഞു, മൃഗാണെന്ന് ഓനെ പറ്റി പറയാൻ പറ്റില്ല. ബൽഹും മദൽ, പട്ടിയ പന്നിയാന്ന് ഓനെ വിളിച്ചാൽ അത് അതിനോട് ചെയ്യുന്ന അപരാധ, അതിൻ്റെയും താഴെയാവനെ എന്ന് പറയൂ. ഇത് അള്ളാന്റെ ഖുർആനിലുള്ള വാചകമാണ്, മുജാഹിദ് ബാലുശ്ശേരി കയറ്റിക്കുട്ടിയല്ല. സങ്കടമുണ്ട് ജനങ്ങളെ. ഞാൻ ചോദിച്ചോട്ടെ, നബിയോടുകൂടി പ്രവാചക പരമ്പര അവസാനിച്ചു, സമ്മതിച്ചോ? ആദം നബി മുതൽ പ്രവാചക പരമ്പര 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ, ഏറ്റവും ഒടുവിലത്തെ ആള് ഖാത്തിമുൻ നബി 33-ാം അധ്യായം 40. സമ്മതിച്ചോ? ആ അന്തിമ ദൂതൻ വരെ, ഇനി എന്റെ പോയിന്റ് ശരിക്കും മനസ്സിലായിക്കൊള്ളി, ആ അന്തിമ ദൂതൻ വരെ പ്രവാചകന്മാരാണോ റോൾ മോഡൽ? അവരെക്കാൾ മഹത്തുക്കളുണ്ടോ? വാദമുങ്ങളുണ്ടോ? ഈ പ്രവാചകനിൽ ഒരു പ്രവാചകൻ, ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഞാൻ ഈ പറയുന്ന പോയിന്റ് നോട്ട് ചെയ്തോ? നമ്മുടെ ഉസ്താദി നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യം പഠിപ്പിക്കും, നമ്മുടെ മൗലവി നമ്മളെ പഠിപ്പിക്കും, കാരണം അയാളുടെ ഉത്തരവാദിത്തം അത്. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാം, മരിച്ചവരോട് ചോദിക്കാം, കുഴപ്പമില്ല എന്ന് പറയുന്ന ഉസ്താദുമാരുണ്ടല്ലോ. നാവ് കൊണ്ടാണല്ലോ പറയുന്നത്, വായ കൊണ്ടാണല്ലോ പറയുന്നത്, അതാണല്ലോ ക്ലിപ്പായിട്ട് നമ്മൾ ഇടുന്നത്. എൻ്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളോട് ഒന്നുകൂടി കേട്ടോ, 950 വർഷം പടച്ചോനോട് പൊറുക്കലിനെ തേടൂ എന്ന് പറഞ്ഞ, പടച്ചവനെ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ, ഇബാദത്തും തഖ്വയും അവനേ എന്ന് പറഞ്ഞ ആ നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വഫാത്തിന് മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികളോട് ഈ വാചകം പറഞ്ഞിരുന്നോ? ഏതു വാചകം? എന്റെ മരണശേഷം ഉലുൽ അസ്മിന്റെ പ്രവാചകനിൽപ്പെട്ട, അതായത് 1.25 ലക്ഷത്തോളം അംബിയാ മുർസലിങ്ങളിൽ 25 പേർ ഏറ്റവും ശ്രേഷ്ഠ പ്രവാചകന്മാർ, അതിൽ 5 പേർ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ, അതിലൊന്നാമത്തെ ആള് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. കേട്ടോളി, കുറിച്ചു വെച്ചോളി, ഉറക്കം കെടുത്തുന്ന ചോദ്യം ചോദിക്കണേ. എന്ത്? ഈ നൂഹ് നബി മരിക്കുന്നതിന് മുമ്പ് എന്റെ മരണശേഷം ഞാൻ നബിയാണ് എന്ന വിശ്വാസത്തോടെ, എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട് കഴിവെന്ന വിശ്വാസത്തോടെ റബ്ബിനോട് ചോദിക്കുന്നത് കുറച്ചൊക്കെ റബ്ബിനോടും കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്നോടും ചോദിക്കാം. ഞാൻ ഖബറിൽ കേൾക്കും, കാണും, അറിയും, ഉത്തരം ചെയ്യും. മാത്രമല്ല നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തെ
ഞാൻ നിയന്ത്രിക്കും എന്ന് നൂഹ് നബി പ്രസംഗിച്ചിരുന്നോ? ഉണ്ടെങ്കിൽ ആ കണ്ടന്റ് സെലഫികളുടെ ഒരു ഓഫീസ് കൊണ്ടിട്ട് തരി. മോനെ യുവാവേ, ഒളിച്ചു നിന്നാണെങ്കിലും ലൈവിലാണെങ്കിലും നീ ഇത് കേൾക്കുമ്പോൾ നിനക്ക് ഹൃദയമുണ്ടെങ്കിൽ നീ മുജാഹിദ് ബാൽശ്ശേരിനെ മറക്ക്, നീ വിസ്തത്തെ മറക്ക്. നിന്റെ പ്രവാചകനിൽ നീ സ്നേഹിക്കുന്ന ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ട ആളല്ലേ? ഭയം ഉണ്ടായിരുന്നോ? അദ്ദേഹത്തെ പോലെ നിർഭയനായ ഒരാൾ വേറെ ഉണ്ടായിരുന്നോ? തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. ആരെയാ വിളിച്ചത്? മലക്കിനെ വിളിച്ച് സഹായം തേടിയോ? ജിന്നിനെ വിളിച്ച് സഹായം തേടിയോ? നോഹ പ്രവാചകനെ വിളിച്ച് സഹായം തേടിയോ? അബുൽ ബശർ ആദം അലൈഹി ഇസ്ലാമിനെ ഹവ്വാ ബീവിയെ വിളിച്ച് സഹായം തേടിയോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ലാഹനെ മാത്രം വിളിച്ചു? എന്തുകൊണ്ട്? ചില്ലറ കളിയാണോ? ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, അല്ലാഹ് മതി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂറത്ത് അംബിയായിൽ ഈ വിവരണമുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ ഇതുണ്ടെങ്കിൽ, നാം ഖുർആനിന് പരിഗണന കൊടുക്കണോ കൊടുക്കണ്ടേ? ഇതാണല്ലോ മുഖ്യ വിഷയം. കൊടുക്കണോ കൊടുക്കണ്ടേ? ഇബ്രാഹിം നബി ജീവിതത്തിൽ എപ്പോഴെങ്കിലും, ഇബ്രാഹിമിയുടെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ 2 മക്കൾ നബിമാരാണല്ലോ, ആണല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും, അദ്ദേഹത്തിന്റെ കണ്ടന്റിൽ എവിടെയെങ്കിലും, ഞങ്ങളുടെ ഒബ്രോളിൽ ഇസ്രയേലുടെ നിയന്ത്രണത്തിൽ ഇബ്രാഹിം നബിയുടെ ഖബറുണ്ട്? ചോദിച്ചോട്ടെ ഒരു ചോദ്യം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ മരിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആയ ഒരു ഇബ്രാഹിം നബി ആയിരിക്കും ഖബറിൽ. അതാണല്ലോ സമസ്തയുടെ വിശ്വാസം. ജീവിച്ചിരിക്കുന്ന തങ്ങളെക്കാൾ സ്ട്രോങ് ആയിരിക്കും മരിച്ചത്. കാരണം അവർ പറഞ്ഞുതരാം. സീമടവരുണ്ടല്ലോ, ചെവി പഴുത്തു, കാലിൽ ഷുഗർ ബാധിച്ചു, അങ്ങേയറ്റത്തെ ക്ഷീണം, ചീഞ്ഞ് അളിഞ്ഞ് രോഗം മാറാതെ ഒരുപാട് വേദനകളോടെ കണ്ണിന്റെ കാഴ്ച വരെ വളരെ തകരാറായി മരിച്ച ഒരാളാണ് സീമടവൂർ, എൻ്റെ നാട്ടുകാരൻ. അന്ന് കാതിന്റെ പഴുപ്പ് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കാലിലെ ഷുഗറും വ്രണവും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കണ്ണിന്റെ കാഴ്ച, ഇതൊന്നും നമ്മൾ പറയണല്ല, സമസ്തക്കാർ പറയണ, ഇതൊക്കെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് പറ്റിയതേയല്ല. മരിച്ച് ഹൃദയത്തിന്റെ മിടിപ്പ് ഒന്നുകൂടി ചിന്തിക്കണം കേട്ടോ. പലപ്പോഴും വിചാരിക്കും തലച്ചോറ് നമുക്ക് മാത്രമാണോ അല്ലാഹ് തന്നതെന്നും കൂടി ക്ഷമിച്ചാളി കേട്ടോ. കാരണം മരിച്ചിട്ട് മണ്ണ് ഏറ്റവും രസം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയണേ. അദ്ദേഹത്തെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ച ആളാണോ മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് കണ്ണ് തുറന്നു നോക്കിയെന്ന്. ഉസ്താദിന്റെ പ്രസംഗം കേട്ടോ. മരിച്ച് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് കണ്ണ് തുറന്നു നോക്കി. ആ നിങ്ങൾ തന്നെയല്ലേ? ആ ഞാൻ തന്നെ. കുളിപ്പിച്ചോ ഖബറിൽ വെച്ചേക്ക്. ഞങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെ മഹല്ലിലെ ഉസ്താദ്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദ് മരിച്ചു എന്ന് കേട്ടിട്ട് സാധാരണക്കാരനായ EK സുന്നി മയ്യത്ത് കുളിപ്പിക്കാൻ പോയി. മയ്യത്ത് കുളിപ്പിക്കുന്നതിനിടയ്ക്ക് ഉസ്താദ് എണീറ്റ് ചോദിച്ചു, മൊയ്തീനെ ഇജ്ജനല്ലേ കുളിപ്പിക്കണതെന്ന്. പിന്നെ മൊയ്തീൻ്റെ മയ്യത്ത് വേറെ കുളിപ്പിക്കേണ്ടി വരും. മനുഷ്യനാണെങ്കിൽ ഞാൻ ചോദിക്കും, നിങ്ങൾ ഏത് വർഗത്തിലാണ് ജനിച്ച്, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജനിച്ച്? ഞങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുകയാണ്. കൗതുകവും അത്ഭുതവും ആശ്ചര്യവും സങ്കടവും ദുഃഖവും നിലനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്ത് പറ്റി സമൂഹമേ നിങ്ങൾക്ക് എന്ത് പറ്റി? അത്ഭുതപ്പെടുത്തുന്നു. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഈ നബിമാരിൽ ഏതെങ്കിലും ഒരാള് ഞങ്ങളുടെ മരണശേഷം ഖബറിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം, പക്ഷെ കണ്ടീഷനുണ്ട്, ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. എന്തുകൊണ്ടായിരിക്കാം ഒരു നബിയും അങ്ങനെ ഒരു പ്രസംഗം നടത്താതിരുന്നത്? അത് വലിയൊരു പോയിന്റ് അല്ലേ? ഉസ്താദുമാർ ആ പ്രസംഗം നടത്തുന്നു, നബിമാരാരും അതിട്ട് നടത്തുന്നുമില്ല. എങ്കിൽ എന്ത് ചിന്തിക്കും? ഞാൻ മുജാഹിദായതുകൊണ്ടാണ്, എൻ്റെ പേര് മുജാഹിദായതുകൊണ്ടല്ല, തലച്ചോറ് വർക്ക് ചെയ്തിട്ട് മുജാഹിദായതാ. വേറൊന്നും ഞാൻ സ്വീകരിക്കാത്തതും ബാക്കി എല്ലാത്തിലും റോങ് ഉണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ്. മുജാഹിദിൽ പോലും ഞാൻ വിശ്വസിച്ച് ചേർന്നത് മറ്റെല്ലാറ്റിനേക്കാളും ബെറ്റർ അതാന്ന് വിചാരിച്ചു. 5 കൊല്ലം കഴിഞ്ഞ് ഇനി കേടുവന്നാൽ മനസ്സിലായോ? എന്താ കാരണം? എന്റെ ഖബറിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ മത്സരയിലെ വലക്കത് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ വമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ആ നരകത്തിന്റെ വക്കിൽ ഒറ്റക്ക് ഇങ്ങനെ പോണ്ടിരും. ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ പോണ്ടിരും. ഭയാനകരമായിരിക്കും ആ ദിവസം.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഗൗരവപ്പെട്ടൊരു കാര്യം പറയാം. ഗൗരവപ്പെട്ടൊരു കാര്യം. മറിയം ബീവിക്ക് കറാമത്ത് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. മറിയം ബീവിയുടെ അത്ഭുതം കാണിച്ചില്ലേ? അല്ലാ ഉണ്ട്. ആ അത്ഭുതം കണ്ടാളല്ലേ സക്കരിയ നബി അലൈഹിസ്സലാം. നിഷേധിക്കാൻ കഴിയുമോ? സൂറത്ത് മറിയം, സൂറത്ത് ആൽ ഇംറാൻ. നിഷേധിക്കാൻ കഴിയില്ല. ഈ കറാമത്ത് ഏത് കാലത്ത്? സീസൺ അല്ലാത്ത കാലത്ത്. ആ ഫ്രൂട്ട് ആ കാലത്ത് ഇറങ്ങലില്ല, ആ ഫുഡ് ആ കാലത്തില്ല. അപ്പൊ അക്കാലത്ത് ആ ഫുഡില്ല, ആ ഫ്രൂട്ടില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തില്, അത്തരമൊരു സാഹചര്യത്തില് നമ്മൾ ആലോചിക്കാൻ വേണ്ടി ഈ ഫ്രൂട്ടും ഇതൊക്കെ ഇറക്കി എല്ലാം അങ്ങനെ കൊടുത്ത് ഇത് നേരിട്ട്, ഇനി ഞാൻ പറയണം, ഒന്ന് ചിന്തിക്കും മുസൽമാനെ, നേരിട്ട് കണ്ട ആളാണ് സക്കരിയ നബി. സ്വാഭാവികമായും സക്കരിയ നബിക്ക് ചില ആവശ്യങ്ങളുണ്ട്. അതെന്താ? സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് കുട്ടിയില്ലാത്ത കാലം. ആ കുട്ടിയില്ലാത്ത സക്കരിയ നബിക്ക് മറിയം ബീവിയുടെ കറാമത്ത് എന്ന് ചോദിച്ചുകൂടായിരുന്നോ? കാരണം എന്താ? സീസൺ അല്ലാത്ത കാലത്ത്, ആ ഫ്രൂട്ട് ആ കാലത്ത് ഉണ്ടാവൂല. പക്ഷേ മെഹ്റാബിൽ സക്കരിയ നബി ചെല്ലുമ്പൊക്കെ ആ വനിതയുടെ അടുത്ത് വിവിധ ഉപജീവന ഭക്ഷണം കാണുന്നു. അന്നാലക്കി ഹാദ, എവിടുന്ന പെണ്ണേ? കാലത്തുഹമിന്നില്ല. 3-ാം അധ്യായം 36-43. പടച്ചോന്റെ അടുത്തുന്ന കാലത്തുഹമിന്നില്ല. കാരണം എന്തിനാ സക്കരിയ നബി അന്നാലക്കി ഹാദ എന്ന് ചോദിച്ച്? മറിയം ബീവിന്റെ കഴിവാണെങ്കിൽ ചോദ്യം അങ്ങോട്ടാണ്. സ്വാഭാവികമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. നമ്മൾ പറയാണ് ഇതെനിക്ക് ജില്ലാ കളക്ടർ തന്നതാ, എനിക്ക് തരാൻ പറ്റില്ല നിനക്ക്. ജില്ലാ കളക്ടർ ചെല്ല്. ഇവിടെ എന്താ ചോദിക്കണേ? ഇത് എവിടുന്ന് കിട്ടി? അതിന്റെ കഴിവാണ് എന്ന് മറിയം ബീവി പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സക്കരിയ നബി അവരോട് ചോദിച്ചേനെ. പക്ഷെ അവരെന്താ പറഞ്ഞ്? കാലത്തുഹമിന്നില്ല, ഇത് പടച്ചോന്ന, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ എന്ത് മനസ്സിലായി? കറാമത്തുണ്ട്. അത് അള്ളാഹ് പ്രകടിപ്പിക്കുന്ന അത്ഭുതത്തിന്റെ പേരാ വലിയകളിലൂടെ. അതിന് യോഗ്യത ഉണ്ടാകുക എന്നുള്ള നമ്മുടെയൊക്കെ പ്രത്യേകത. അവിടേക്ക് നമ്മൾ വളരുകയെന്നുള്ളത്. അപ്പം നമ്മളിലൂടെ ഉണ്ടാവും ഈ കറാമത്ത്. അത് കറാമത്താന്ന് പോലും എനിക്കോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ അത്ഭുതം. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇനി നിങ്ങളോടുള്ള ചോദ്യം, കറാമത്തുള്ളവരോട് ചോദിക്കാം എന്നൊരു വാദം കേരളത്തിലുണ്ടോ? ഉണ്ട്. കറാമത്തുള്ളവരോട് ചോദിക്കാം എന്നൊരു വാദം ഉണ്ടോ? ഉണ്ട്. സക്കരിയ നബി എന്തുകൊണ്ട് ചോദിച്ചില്ല? എന്തുകൊണ്ട് മറിയം ബീവിനോട് ചോദിച്ചില്ല? കറാമത്ത് ഇല്ലാത്തോണ്ടാ? അല്ല, കറാമത്ത് അവരുടെ വകയല്ല. അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ടും കാര്യമില്ല. പോയിന്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? 38-39 3-ാം അധ്യായം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, ഹുനാലിക ദഅ സക്കരിയ മറിയം. അതായത് സക്കരിയ നബി മറിയം ബീവിന്റെ, അതായത് സക്കരിയ നബി സമസ്തക്കാരനായിരുന്നുവെങ്കിൽ എങ്ങനെ വരും ആയത്ത്? ഹുനാലിക ദഅ സക്കരിയ മറിയം. അവിടെ വെച്ച് മറിയമിനോട് തേടി. അതെന്തേ വരാതിരുന്നത്? സക്കരിയ നബി സലഫിയായിരുന്നു, വഹാബിയായിരുന്നു. അതുകൊണ്ട് സക്കരിയ നബി എന്താക്കി? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു, റബ്ബിനോട് തേടി. ഇനി നിന്റെ ചോദ്യം, ഞാൻ ഈ ഉദ്ധരിച്ച ഖുർആനിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ട് എന്നാണോ? എങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവാ. ഏത്? ഒരു കറാമത്ത് പ്രകടിപ്പിക്കപ്പെടുന്നു. ആ കറാമത്ത് പ്രകടിപ്പിക്കപ്പെട്ട വ്യക്തിയോട് ജീവിച്ചിരിക്കുന്നവർ ചോദിച്ച ഒരു സംഭവം നിങ്ങൾ കൊണ്ടുവാ. ഇല്ല, ഖുർആനിലില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്താ അറിയോ? അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹ് നൽകിയത് തടയാൻ, അല്ലാഹ് തടഞ്ഞത് നൽകാൻ, അല്ലാഹ് വിധിച്ചത് റദ്ദ് ചെയ്യാൻ ഒരാൾക്ക് സാധ്യമല്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നമുക്ക് റിസ്ക് നൽകുന്നത് പടച്ചോനാണ്. അതുകൊണ്ട് പടച്ചോനോടാണ് യബസുത്തു റിസ്ഖ ലിമൻ യശാ വയഖ്ദിർ. ഇസ്രായേലാണ്, ഹൂദിലാണ്. അതെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബ്. ഈ ഭൂമിയിൽ ഒന്നും വരുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലും ഒന്നും സംഭവിക്കുന്നില്ല. അല്ലാഹ് എല്ലാം രേഖപ്പെടുത്തിയതാണ്. ആ അല്ലാഹുവിനെ ഓർക്കുമ്പോ, അതുകൊണ്ടാണ് തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി കരിഞ്ഞു പോകാതിരുന്നത്. ഒരു ഭാഗത്ത് ഫിറഔൻ, സർവായുധ സൈന്യം, പിടിക്കപ്പെട്ടത് തന്നെ മൂസ. ഭയം. നമ്മുടെ എന്താ? നിർഭയം, ഭയല്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം
ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ഭയമില്ല. 8-ാം അധ്യായം 6-ാം അധ്യായം 82-ാമത്തെ വചനം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മൂസാ നബിയോട് പറയുന്നത് എന്താ? പിടിക്കപ്പെട്ടത് തന്നെ മൂസാന്ന. മൂസാ നബിയോ? അതാണ് തൗഹീദിന്റെ പ്രത്യേകത. മൂസാ നബി അലൈഹിസ്സലാമിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അനുയായികളുടെ ഭയപ്പാടല്ല നമ്മുടെ മുകളിലേക്ക് എടുക്കേണ്ടത്, മറിച്ച് പ്രവാചകന്മാരുടെ ബാധ. ആ പ്രവാചകൻ എന്താ പറഞ്ഞത്? ഇന്ന മഗിയ റബ്ബി, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. ഔലിയാക്കൾ ഉണ്ട് എന്നല്ല, എന്റെ വടി കൂടെ ഉണ്ട് എന്നല്ല. നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട? കയ്യിൽ വടിയില്ലേ, ഞാൻ അടിച്ച ചെങ്കടൽ പിളരും പറഞ്ഞില്ല മൂസാ അലൈഹിസ്സലാം. ഇതാണ് ഞങ്ങൾക്ക് ഖുർആനിൽ കിട്ടുന്നത് എന്നേ. അതല്ലേ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇതല്ലാത്തൊന്നും ഖുർആനിൽ ഇല്ലെന്നേ. അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങളാണല്ലോ പറയേണ്ടത്. അങ്ങനെ ഇല്ലല്ലോ. എന്നിട്ട് പറയണ ഇന്ന മഗിയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും. അതാ ഏത് ഫിറൗനിന്റെയും, ഏത് കൊട്ടാരത്തിലെയും, ഏത് ഇസ്രായേലിന്റെയും, ഏത് ഇറാനിന്റെയും, ഏത് കിങ്കരന്മാരുടെയും ബോംബുകൾ വർഷിക്കുന്നിടത്ത് നമുക്ക് പറയാനുള്ളത് എന്റെ റബ്ബന്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. സൗർ ഗുഹയിൽ ശത്രുക്കൾ തൊട്ടടുത്ത് നിൽക്കുന്നു. ഗുഹയുടെ മുഖത്ത് അബൂബക്കർ സിദ്ദീഖിന് ഭയമുണ്ടായി. നബിയെ, അവരെ നമ്മളെ കാണൂലേ? മുത്തു നബിയുടെ വിശ്വാസം എന്താ? അബൂബക്കറെ, നമ്മുടെ രണ്ടുപേര് മാത്രമല്ല, മൂന്നാമനായി നമ്മുടെ റബ്ബുണ്ട്. എന്തിനാ പേടിക്കുന്നത്? എന്തിനാ ഭയപ്പെടുന്നത്? ഫൽയാബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ യത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭയപ്പാടില്ലാതെ നിർഭയത്വത്തോടെ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഏത് രോഗമാവട്ടെ, ഏത് പരീക്ഷണമാകട്ടെ, എന്ത് ദുരന്തമാകട്ടെ, അയാൾക്ക് ഭയപ്പാടുണ്ടാവില്ല. എന്താ കാരണം? ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വളരെ ഗൗരവമായി നിങ്ങളോട് പറയാൻ, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭയപ്പാട് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, വിഭവനഷ്ടം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ മക്കളെ അല്ല പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, മാരകമായ രോഗങ്ങളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിപ്പിക്കും. ആ സമയത്തെല്ലാം ആര് ക്ഷമിക്കുന്നുവോ അവർക്കാണ് വിജയം. ഒരു അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനും പതറിപ്പോയിട്ടില്ല, ഒരു നബിയും വിതുമ്പിയിട്ടില്ല, ഒരു നബിയും പേടിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂടെ റബ്ബുണ്ട് എന്നാണ്. ഖൈബറിലാകട്ടെ, ഖാദിസിയിലാകട്ടെ, മുഅത്തയിലാകട്ടെ, എവിടെയാകട്ടെ, ഖന്ദക്കിലാകട്ടെ, അല്ലാഹുമ്മ ലൗലാ അൻത മഖ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിത്തുൽ അഖ്ദാമ ഇല്ലാ ഖീനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സക്കീനത്ത് ഇറക്കി തരണേ എന്നതായിരുന്നു അവരുടെ ദുആ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്ത് കാസർഗോഡ് ജില്ലയുടെ ഈ പ്രബോധന വീതിയിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നമുക്ക് നമ്മുടെ റബ്ബ് പോരെ. അലൈസല്ലാഹു ബിക്കാഫിൻ അബ്ദാ, എന്റെ അടിമക്ക് അല്ല പോരെ മതി എന്നുത്തരം പറയാനാണ് നമ്മളെ പ്രേരിപ്പിക്കേണ്ടത്. അതാണ് സത്യസന്ധരായ ആളുകളുടെ വഴി. ഇല്ല, എന്റെ റബ്ബെന്നെ കൈവടിയുകയില്ല, എന്റെ റബ്ബെന്റെ കൂടെയുണ്ട്. കണ്ടത്തിൽ ആയുധം വെച്ചുകൊണ്ട് ഇരുതല മൂർച്ചയുള്ള വാള് വെച്ചുകൊണ്ട് അറാബിയുടെ ചോദ്യം, മുഹമ്മദേ, നിന്നെ ആര് രക്ഷിക്കും? അല്ലാഹ്, 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 അല്ലയുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഞങ്ങളുടെ റബ്ബുണ്ട്, അല്ലയുണ്ട്, എന്നെ അല്ല കൈവിടില്ല, ഞാൻ ഇസ്തിഖാമത്തോടുകൂടി പോകും. തതനസ്സലു അലൈഹിമുൽ മലായിക. ആ വ്യക്തിയിൽ മലക്കുകൾ വരും. ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട. ഇതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ മണ്ഡലം സമ്മേളനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെ രണ്ടാമത്തെ പ്രോഗ്രാമായത്. ഇത് ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തത്. ഇനിയും 5, 8, 9 പ്രോഗ്രാമുകൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗത്തുണ്ട്. സമയത്തിൻ്റെ കുറവ് കൊണ്ടും 2 പ്രഭാഷണം, 2 മേഖലകൾ ഇവിടെ ചർച്ച ചെയ്തു. ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പേടിക്കരുത്. എന്തും അല്ല, കുല്ലം യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അല്ലാഹ് തീരുമാനിച്ചതിനപ്പുറത്തൊന്നും വരില്ല. അതുകൊണ്ട് പടച്ചവനിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുക, റബ്ബിനെ മാത്രം ലക്ഷ്യം വെക്കുക. ഒരു നബിയും റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല. പ്രാർത്ഥനയായ എന്തൊക്കെയുണ്ടോ അത് റബ്ബിനോടല്ലാതെ മറ്റൊരു സൃഷ്ടിയോട് നമുക്ക് നടത്താൻ പാടില്ല.